പ്രിയ പ്രേക്ഷകരെ, ഏഷ്യൻ പ്രതിരോധ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാവുകയാണ്. പതിറ്റാണ്ടുകളായി തുടർന്നു പോന്ന ഒരു വലിയ മതിൽ ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന ഒരു പുതിയ സഖ്യം അതീവ കരുത്തോടെ രൂപം കൊള്ളുകയാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം ഒരു പുതിയ ഉയരത്തിലേക്ക് കുതിക്കുകയാണ്. എന്താണ് ജപ്പാൻ എടുത്ത ആ നിർണായക തീരുമാനം? ഇത് എങ്ങനെയാണ് ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്നത്? നമ്മുടെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വരാനിരിക്കുന്നത് ആ വലിയ സർപ്രൈസ് എന്താണ്? ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തയുടെ പൂർണ്ണ രൂപം അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോഡിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ജപ്പാൻ പിന്തുടരുന്ന ഒരു നയമുണ്ട്: പ്രതിരോധ സാമഗ്രികൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിലുള്ള കർശന നിയന്ത്രണം. എന്നാൽ ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകൈച്ചി ഈ നയതന്ത്രങ്ങളിൽ വലിയ ഇളവുകൾ വരുത്തിയിരിക്കുകയാണ്. ഈ തീരുമാനത്തെ ഇന്ത്യ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ ഇതൊരു വെറും നയമാറ്റമല്ല, മറിച്ച് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും സംയുക്ത പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ഈ മാറ്റം വലിയ രീതിയിൽ വഴി തുറക്കുമെന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സഖ്യം ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്? ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യയും ജപ്പാനും കൈകോർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്വാഡ് പോലെയുള്ള വലിയ വേദികളിലും രണ്ട് രാജ്യങ്ങളിലും ഒരേ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ജിമെക്സ്, ധർമ്മ ഗാർഡിയൻ തുടങ്ങിയ സംയുക്ത പരിശീലനങ്ങളിലൂടെ നമ്മുടെ സൈനികർ ഇതിനോടകം തന്നെ വലിയ ഒരുമ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി വെറും പരിശീലനങ്ങൾ മാത്രമല്ല, ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക പ്ലാറ്റ്ഫോമുകൾ ഒന്നിച്ച് നിർമ്മിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിൽ പ്രധാനമാണ് ജപ്പാന്റെ മെഗാമി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ. മുൻപ് US-2 ആംഫിബിയസ് വിമാനങ്ങളെക്കുറിച്ചും സബ്മറൈൻ സാങ്കേതിക വിദ്യയെക്കുറിച്ചും ചില ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അന്ന് പല കാരണങ്ങളാൽ അവ പൂർണ്ണതയിലെത്തിയില്ല. സാങ്കേതിക കൈമാറ്റത്തിലെ സങ്കീർണതകളും നിർമ്മാണ ചെലവുകളുമായിരുന്നു അന്ന് വെല്ലുവിളിയായത്. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. ഡ്രോൺ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോണോമസ് സിസ്റ്റങ്ങൾ തുടങ്ങിയ നൂതന മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ജപ്പാന്റെ സാങ്കേതിക മികവ് നമ്മുടെ മണ്ണിൽ എത്തിക്കാനാണ് പുതിയ നീക്കം. ഇത് നമ്മുടെ യുവ എഞ്ചിനീയർമാർക്കും പ്രതിരോധ വ്യവസായത്തിനും വലിയൊരു അവസരമാണ് നൽകുന്നത്. ഈ ഒരു സഖ്യം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടല്ല, മറിച്ച് ഏഷ്യൻ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു വലിയ പ്രതിരോധ കവചം തന്നെയാണ്. വരും വർഷങ്ങളിൽ ജപ്പാന്റെ അത്യാധുനിക സെൻസറുകളും റഡാറുകളും നമ്മുടെ പ്രതിരോധ വ്യൂഹത്തിന്റെ ഭാഗമാകുമെന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഇന്ത്യയും ജപ്പാനും കൈകോർക്കുന്ന ഈ പുതിയ അധ്യായത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നമ്മുടെ പ്രതിരോധ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.